സോ ഗൈസ് വെൽക്കം ബാക്ക് അനദർ വീഡിയോ ഓഫ് ലിസാർഡ് ഗെയിമിംഗ്. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് വെച്ചാൽ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് പാൽവേഡ് പാർട്ട് 2 ആയിട്ടാണ്. അപ്പോൾ ഇത്ര ദിവസം വീഡിയോ ഇടാണ്ടെന്ന് വെച്ചാൽ വേറെ സംഭവമൊന്നുമല്ല, മടിയായിരുന്നു. അതാണ്, വേറെ സംഭവമൊന്നുമല്ല. പിന്നെ ഇതിനകത്ത് ഞാൻ കുറച്ച് ഗ്രൈൻഡ് ചെയ്തിട്ടുണ്ട്. കണ്ട ഗൈസ്, കുറച്ചധികം മാപ്പ് ഞാൻ എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട്. പിന്നെ കുറച്ചധികം പാലിലൊക്കെ ഞാൻ പിടിച്ചിട്ടുണ്ട്. പിന്നെ ബോസിനൊന്നും പിടിച്ചിട്ടില്ല, കാരണം ഇപ്പോൾ നമ്മുടെ ലെവൽ 10 ആണ്. ഞാനിപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താ ഇത് ഗൈസ്, ഇവിടെ വരാണ്ടൊക്കെ ഇപ്പം ഉണ്ട് കേട്ടോ. ഓ ഗൈസ്, പിന്നെ നമ്മളല്ലാണ്ട് ഇവിടെ വേറെ കുറേ ഹ്യൂമൻസ് ഉണ്ട് കേട്ടോ. കുറേ ആൾക്കാരുണ്ട് എന്ന് വെച്ചാൽ അവരുടെ കുറേ ബേസ് സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. കാണിച്ചിട്ടെ ദൈവന്മാരൊക്കെ ആട്ടെ, ഇവന്മാരാദ്യം തീർക്കട്ടെ കേട്ടോ. ലാമ്പ് പണിഞ്ഞവന്മാരാ. ഓക്കെ ഗൈസ്, നമ്മുടെ ലാമ്പ് പണിഞ്ഞിട്ടുണ്ട് ഇവന്മാരാ. ഓ ഗൈസ്, കണ്ട ഫ്രണ്ടിൽ കാണുന്നതാണ് അവന്മാരുടെ ബേസ്. ഇതിൻ്റെ അകത്ത് ഒരു പാലുണ്ടാവും കേട്ടോ, ഇവന്മാരെ ട്രാപ്പ് ചെയ്തേക്കണം. അപ്പോൾ അതിനെ നമ്മൾ എന്തെങ്കിലും രക്ഷിക്കണം. അറിയാലോ, നമ്മൾ പിന്നെ ഒരു രക്ഷകനായതുകൊണ്ട് നമുക്കിതൊന്നും വിഷയമല്ല. നമ്മളിന്ന് വന്നേക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ടവർ ബോസിനെ ഫൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. നമ്മളിന്നൊരു ടവർ ബോസിനെ എടുക്കും, പിന്നെ ഏതെങ്കിലും ഒരു ബോസ് ഫൈറ്റ് ആയിട്ട് നമ്മൾ നടത്തും കേട്ടോ. ഇന്നത്തെ ഒരു വീഡിയോയിൽ അതാണ് എൻ്റെ മെയിൻ ലക്ഷ്യം. ഇന്നത്തെ വീഡിയോ ഇടാൻ കാരണം അതാണ്. അപ്പോൾ ഞാൻ ഇത്ര നാൾ വെയിറ്റ് ചെയ്യുന്ന വെച്ചാൽ ഒരു ടവർ ബോസായിട്ട് ഫൈറ്റ് ചെയ്യാൻ വീഡിയോ ഇടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്ര നാൾ വെയിറ്റ് ചെയ്തത്. എത്ര നാളെന്ന് വെച്ചാൽ ഞാൻ കുറച്ച് ഗ്രൈൻഡ് ചെയ്ത്, പിന്നെ വേറെ കുറച്ച് ഗെയിംസിൻ്റെയൊക്കെ ഞാൻ കളിച്ച് റെക്കോർഡൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് പയ്യെ വരും. പിന്നെ അത് എഡിറ്റ് ചെയ്യാനായിട്ടുള്ളിൽ മടി കൊണ്ടാണ് അതൊക്കെ വെയിറ്റ് ചെയ്തിരിക്കണേ. പിന്നെ ഞാൻ മടിയെല്ലാം മാറ്റി വെച്ചിട്ട് ഞാൻ തന്നെയാണ് ഗൈസ്. ഇതാട്ടെ ഫ്രിഷോർ അങ്ങനെ എന്താണ് ഈ പാലിൻ്റെ പേര്. ഈ പാല് നമ്മുടെ കയ്യിലുണ്ട്, പല സാഡിലും ഉണ്ട് കേട്ടോ ഗൈസ്. ഞാൻ കാണിച്ചുതരാം, അതിന് മുന്നേ മരെല്ലാവരും തീർക്കട്ടെ കേട്ടോ. ഓക്കെ, ഓ നമ്മുടെ ലാമ്പ് ഗൈസ് ഫുൾ ഫിനിഷ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഗൈസ്. ഗൈസ്, ഇതിൻ്റെ അകത്ത് നോക്കി എന്താണ്, ഇത് കോഴിയാണ്, താറാവാണത്, വേഴാമ്പലാണ്, എന്താണെന്ന് മനസ്സിലാവുള്ളൂ കേട്ടോ. നിൽക്കട്ടെ, നമുക്ക് അയക്കുമ്പോൾ ഇതിൻ്റെ പേര് മനസ്സിലാവും. എന്താണ് എൻ്റെ പേര്? ടൊക്കോ. അത് അങ്ങനെയാണ് എനിക്ക് പറയാം, ടൊക്കോ. ഗൈസ്, നമുക്ക് അതിനെ ഇങ്ങോട്ടേക്ക് വിളിക്കാം കേട്ടോ. കമോൺ ബൈ ബോയ്. ഇതാണ് ടൊക്കോ. കൊള്ളാലേ. ഇതിൻ്റെ പവർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കറിയില്ല. ഇവൻ മറ്റേ ന്യൂട്രിയൻ പാലാന്ന് വേണ്ട, അതൊക്കെ വിട്, അതൊക്കെ എന്തിലാവട്ടെ ഗൈസ്. ഗൈസ്, ഇപ്പം നേരം രാത്രി ആയിട്ടുണ്ട് കേട്ടോ. എന്തെങ്കിലും രാത്രി കളിക്കുന്നത് സേഫ് അല്ലെന്ന് വെച്ചാൽ നിങ്ങൾക്ക് കാണാനായിട്ടൊരു ഇതുണ്ടാവില്ല. പിന്നെ ഗ്രാഫിക്സ് ഞാൻ കുറച്ചിട്ടേക്കുന്നത് ഗൈസ്. എനിക്ക് ഗ്രാഫിക്സ് നല്ല ഹൈയിൽ വരണമെന്നുണ്ട്, പക്ഷേ എൻ്റെ PC സമ്മതിക്കല്ല ഗൈസ്. ഞാൻ കാണിച്ചിടാം. കണ്ട, ഇതാണ് നമ്മുടെ കിഷോറിൻ്റെ പൊക്കത്ത് കണ്ട, ഇങ്ങനെ നമുക്ക് പോകാൻ പറ്റും. പക്ഷേ ഫാസ്റ്റ് കുറവാണ്. നമുക്ക് വേറെ ഏതെങ്കിലും പാലെ പിടിക്കണം കേട്ടോ, അത്യാവശ്യം നല്ല ഫാസ്റ്റിൽ പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഗ്രാഫിക്സ് കുറച്ച് ലോ ആയിട്ടാണ് കളിക്കണേ. അപ്പോൾ അതിൽ ക്ഷമിക്കണം ഗൈസ്. നിങ്ങളുടെ സപ്പോർട്ടൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ എന്തെങ്കിലും PC എന്തെങ്കിലും അപ്ഗ്രേഡ് ചെയ്യുന്നതാണ്. അപ്പോൾ എന്തെങ്കിലും രാവിലെ ആയിട്ട് വരാം കേട്ടോ. രാത്രിയായിട്ട് കാണുമ്പോൾ ഷോകമാണ്. അപ്പോൾ എന്തെങ്കിലും രാവിലെ ആയിട്ട് വരാം. ഞാനപ്പോൾ ഉറങ്ങി കണ്ടിച്ച് രാവിലെ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ രാവിലെ തന്നെ നമുക്കൊരു ബോസ് ഫൈറ്റിന് പോയാലോ ഗൈസ്. നമുക്കിത് ഇവിടെ കണ്ട ഈ ബോസ് കണ്ട ലെവൽ 11 ഇവൻ നമുക്ക് എന്തെങ്കിലും അടിക്കാൻ വേണ്ടി പോകട്ടെ. അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കണോ, എന്തെങ്കിലും ലൈക്ക് ചെയ്യാണ്ടാണ് വീഡിയോ കാണുന്നത് എനിക്കറിയാം. അപ്പോൾ ലൈക്ക് ചെയ്യുക ഗൈസ്. സബ് ചെയ്തിട്ടുണ്ടെങ്കിലും സബ് ചെയ്തിലും ലൈക്ക് ചെയ്യുക ഗൈസ്. ലൈക്ക് ചെയ്യുമ്പോഴാണ് ഗൈസ് അടുത്ത ഓൾറെഡി വീഡിയോ എത്തുള്ളൂ, അതുകൊണ്ടാണ് ഗൈസ്. അപ്പോൾ നമുക്ക് ഗൈസ്, ഞാൻ നിങ്ങളൊരു കൂട്ടം കാണിക്കാൻ വേണ്ടി വന്നതാണ്. ഈ വധൂരികളാണ് ഈ സംഭവം ക്രാഫ്റ്റ് ചെയ്തിട്ടില്ല. ഇവന്മാരാണ് ലോക മടിയന്മാരാട്ടാ. സംഭവം എന്ന് വെച്ചാൽ നമ്മളൊരു വെപ്പൺ ഉണ്ടായിട്ടുണ്ട്. വലിയ വെപ്പണൊന്നുമല്ല, നമ്മുടെ ഒരു അമ്പാട്ടാ. നമ്മുടെ ഫുഡ് എന്തൊക്കെ ഉള്ളത് ഇത് നമുക്ക് വേണ്ട. ഇത് നമുക്ക് ഇവിടെ ഇട്ട് കൊടുക്കുക, ഇവന്മാർക്ക് കൊടുക്കുക ഈ മീറ്റ്. ഈ മീറ്റ് ഇവന്മാർക്ക് കൊടുക്കുക. ബാക്കിയെല്ലാം നമ്മുടെ കയ്യിൽ നിന്ന് കേട്ടോ, നമുക്ക് ആവശ്യം വരും. പിന്നെ ഈ സാധനം ക്രാഫ്റ്റ് ചെയ്യട്ടെ. ഇതെന്ന് വെച്ചാൽ ഇതാട്ടോ ആരോ കേട്ടാ. നമുക്ക് കാണിച്ചു തരാം, ഇതിൻ്റെ പവർ കാണിച്ചു തരാം. പവർ ഞാൻ യൂസ് ചെയ്തിട്ടില്ല. നമുക്ക് എന്തെങ്കിലും ഒരുമിച്ച് നോക്കട്ടെ. നമുക്കിപ്പോൾ ആര് ഷൂട്ട് ചെയ്യും? വേണ്ട, ഇവനൊക്കെ ഷൂട്ട് ചെയ്യാൻ വെറുതെ വള്ളിയാണ്. ഇവനൊക്കെ വന്ന് നമ്മളെ പിടിച്ചിടിക്കും. ചിക്കിപ്പി ഇവർ ഷൂട്ട് ചെയ്യട്ടാ. ലെറ്റ്സ് ഗോ. ഒറ്റ അടിക്ക് തീർന്നോ? ഇത്ര പവർഫുള്ളായിരുന്നോ? അത് പോളി. അങ്ങനെ എന്തെങ്കിലും നമുക്ക് നേരെ ബോസ് ഫൈറ്റിന് പോയാലോ ഗൈസ്. നമുക്ക് ഇനി എന്തെങ്കിലും അവിടെ വെച്ച് കാണാം കേട്ടോ. അതിന് മുന്നേട്ട് നമുക്ക് കുറച്ച് ആരോ റെഡി ആക്കണം കേട്ടോ. ഇതാട്ടാ 3 ഒരുമിച്ച് വേണം ആരോ. ഇത് ഒരെണ്ണം നമ്മുടെ വുഡില്ല ഗൈസ്. വുഡിനൊക്കെ നമ്മളിവിടെ സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇതൊന്നും നിങ്ങൾ കണ്ടിട്ടില്ല. ഞാൻ ഓഫ്ലൈനിലായിട്ട് ഗ്രൈൻഡ് ചെയ്താട്ടെ ഇതൊക്കെ. ഇനി എത്ര ഉണ്ടാക്കാൻ പറ്റും? 10 10. ഉണ്ടാക്കും. ഗൈസ്, ആരുമില്ല ഗൈസ്, നമ്മൾ തന്നെ ഉണ്ടാക്കണം. അപ്പം ഞാൻ എന്തെങ്കിലും ഇത് ഉണ്ടാക്കിയിട്ട് എന്തെങ്കിലും നമുക്ക് അവിടെ വെച്ച് കാണാം. നിങ്ങളെന്തെങ്കിലും പോസ്റ്റ് ആക്കണം. നമ്മൾ ഏകദേശം അതിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. അതിൻ്റെ അടുത്തിട്ട് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഗ്രൈൻഡിങ് വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യും. പിന്നെ നിങ്ങൾക്കത് ബോറാകും. അതാണ് ഞാൻ ഗ്രൈൻഡിങ് വീഡിയോസ് ഇടാണ്ടിരുന്നത്. ഞാനത് റെക്കോർഡ് ചെയ്താണ് ഇടാന്ന് വെച്ചിരുന്നതാണ്.
പിന്നെ വിചാരിച്ച് വേണ്ട, അതെന്തിനാണ് നിങ്ങൾ കാണിച്ച് പുറത്ത് ബോറടിപ്പിക്കണേ, നിങ്ങൾക്ക് എന്തെങ്കിലും ഫൈറ്റിംഗ് വീഡിയോസ് കാണാനായിരിക്കും താല്പര്യം കൂടുതലെന്ന് എനിക്കറിയാം. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഫൈറ്റിംഗ് വീഡിയോസ്, ബോസ് ഫൈറ്റ് എല്ലാം ഞാൻ നിങ്ങളെ കാണിക്കും. പാലിൽ ചെറിയ ചെറിയ പാലൊന്നും ഫൈറ്റ് ചെയ്യണമെന്നും കാണിക്കണമെന്നില്ല, കാരണം വെച്ചാൽ അതൊക്കെ ഒറ്റയടിക്ക് ചാവും, അതൊന്നുമില്ല. ബോസ് ഫൈറ്റൊക്കെ മെയിലി എല്ലാം നിങ്ങളെ കാണിക്കും. ഗൈസ് ഇതാട്ട ഗൈസ് സംഭവം. ഓക്കെ, ഇവൻ്റെ പേര് നിങ്ങളുടെ അടുത്തിടണം. ഓ ചില്ലറ്റാണ് ജില്ലറ്റ് മറ്റേ സംഭവമില്ല, ഇത് ചില്ലറ്റാണ് വേണ്ട. ഓക്കെ, നമുക്ക് ഇവനെ ഫൈറ്റ് ചെയ്യട്ടാ. ഓ ഗൈസ് ഇത് പാമ്പിന് കൈയും കാലും വന്നില്ല, നല്ല ക്യൂട്ടാട്ടോ അതിനെ കാണാൻ. ഓക്കെ, ഓ ഇവൻ തിരിച്ച് നമ്മളെ ഫൈറ്റ് ചെയ്യലട്ടാ, അവനായിട്ടാ ഫൈറ്റ് ചെയ്യണ. ഓക്കെ ഓടാ, ഒറ്റയടിക്ക് തന്നെ ഇവൻ്റെ പകുതി ലൈഫ് പോയിട്ടാ. സിമ്പിളല്ലേ ഇവൻ. അപ്പോൾ ആദ്യം തന്നെ ഇവനെ പോയി വന്ന് ഫൈറ്റ് ചെയ്യായിരുന്നു, പിന്നെ ഞാൻ ലെവലൊന്ന് ഇതാവട്ടെ വെച്ചിട്ടാ ഫൈറ്റ് ചെയ്യാണ്ടിരുന്നേ. സിമ്പിള്. ഓക്കെ ലെറ്റ്സ് ഗോ. നമുക്ക് ഇനി എന്തെങ്കിലും സ്പീഡ് പറഞ്ഞു നോക്കിയാലോ. നിൽക്കട്ടെ, ഓട്ടാ അതെനിക്ക് കിട്ടിയിട്ടാ, അതെനിക്ക് ചെറുതായിട്ട് കിട്ടി. ശീല നിൽക്കട്ടെ, നമുക്ക് ഇനി ഇവനെ അകത്തിട്ടാ. ഓക്കെ 40% ഉണ്ട് കേട്ടാ. കയറോ? ഓ ഗൈസ് ഒറ്റ രീതി തന്നെ കയറിയിട്ടാ. ഓ നമുക്ക് പോയിന്റ് കിട്ടിയിട്ടുണ്ട്, ടെക്നോളജി പോയിന്റ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ടെക്നോളജി പോയിന്റ് എല്ലാവർക്കും എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടെന്ന് എനിക്കറിയാം. സംഭവം നിങ്ങൾക്കറിയില്ലേ? നോക്കട്ടെ, സംഭവത്തിന് ഇറക്കി നോക്കട്ടെ ഏട്ടാ. ഓ ഗൈസ് നമ്മളെക്കാൾ നല്ല ഹൈറ്റ് ഉണ്ട് കേട്ടോ സംഭവത്തിന്. ഓക്കെ ജില്ലറ്റ് പേരൊക്കെ കൊള്ളട്ടെ, ഷേവിങ് സെറ്റിൻ്റെ പേരൊക്കെയാണ് ഇട്ടേക്കണത്. ഓ നമ്മൾ ചാടുമ്പോൾ അവനും ചാടും കേട്ടോ. നമുക്ക് ടെക്നോളജി പോയിന്റ് എന്തൊക്കെയാണ് നോക്കട്ടെ. ഓ ഗൈസ് നമ്മൾ ലെവലിപ്പോൾ നോക്കണമെങ്കിൽ നമ്മളിപ്പോൾ ലെവല് 11 ആയില്ലേ. ലെറ്റ്സ് ഗോ. ഇതെന്താ സംഭവം? ഓ സ്റ്റാച്ചു എന്താണ്ട് കേട്ടാ. പിന്നെ എന്താണ്ടതുണ്ട്, ഇതെന്താണ് ഗ്രാപ്ലിംഗ് ഗണ്ണ, എന്താണ്ട് ഒരു ഗണ്ണും ഉണ്ട് കേട്ടോ ഇവിടെ. പിന്നെ സ്മാൾ ഫീഡ്ബാക്ക്. ഓ ഇതൊന്നും നമുക്കിപ്പോൾ തുറക്കാൻ പറ്റൂല. നമുക്കെന്തെങ്കിലും ഈ സംഭവം തുറന്നാലേ, ഈ സ്റ്റാച്ചു. ഇത് എന്തിൻ്റെ സ്റ്റാച്ചു ആണെന്ന് എനിക്കറിയില്ല. ഇത് എന്തിനാണ്, ഇത് ഉപകാരമുള്ളതാണ് അറിയില്ല ഗൈസ്. നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യട്ടാ. ഓ ഗൈസ് നമുക്ക് മെറ്റലിൻ്റെ ആക്സ് ഉണ്ട്. ഓ കുറേ സാധനങ്ങൾ ഇപ്പോൾ വന്നിട്ടുണ്ട് കേട്ടോ. ഗേറ്റ്, ഇതെന്തത് ഗണ്ണ, സബ്മിഷൻ ഗണ്ണ. ഈ പാലിൽ നമ്മുടെ ഓൾറെഡി ഞാൻ ഒരു പ്രാവശ്യം പിടിച്ചിട്ടുണ്ട്. ഓ ഈ പാലിൽ പിടിച്ചതല്ല, എഗ്ഗ് തുറന്നപ്പോൾ എനിക്ക് കിട്ടിയതാണ് മുട്ട. കാരണം നമുക്ക് ഇവിടുന്ന് കുറേ മുട്ട കിട്ടും. അതിനെ മുട്ട പിടിച്ചപ്പോൾ എനിക്ക് കിട്ടിയ പാലാട്ട് ഈ സംഭവം, ഈ പച്ച കളർ വന്ന പാല്. അപ്പം അതിൻ്റെ പേര് എനിക്ക് അത്ര പിടിയില്ല. നമുക്ക് നേരെ എന്തെങ്കിലും ബേസിലോട്ട് പോകട്ടെ. ഞാൻ ബേസിലോട്ട് പോകണോയിക്കട്ടെ. ഇവനെ കണ്ട ആനയുടെ ചെറുത്. ഓ ഗൈസ് ഒറ്റയ്ക്ക് ചത്തത്. അവൻ്റെ കമ്പനിക്കാരാന്ന് വേണ്ട നമ്മൾ. അവൻ തൊട്ടപ്പോൾ അവന് പിടിച്ചില്ല പോലും. ഓക്കെ ഗൈസ് നമുക്ക് എന്തെങ്കിലും നേരെ ബേസിലോട്ട് പോകട്ടെ. ബേസിൽ പോയിട്ട് നമുക്ക് കുറച്ച് ആരോ ആക്കണം. വന്നിട്ട് ഇതാരിപ്പത് ഇവിടെ ഇതാരുടെ? ഓ ഇവൻ്റെ ലെവലാട്ടോ. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഇവനെ എടുക്കാൻ പറ്റും. നിൽക്കട്ടാ, ഞാനൊരു ആരോ ഇട്ട് നോക്കട്ടെ. ഇവൻ നമ്മളെ കൊല്ലുമെന്ന് വെച്ചാൽ എനിക്കറിയില്ല. ഇവൻ നമ്മുടെ ലെവലും അവൻ്റെ ലെവലും സെയിമാണ്. അതുകൊണ്ട് നമുക്ക് പിടിക്കാൻ പറ്റുന്നതാണ്. ഓട്ടാ അതേ നമ്മുടെ തൃശ്ശൂർ ഇവിടുത്തെ സീൻ. എൻ്റെ മരവാഴ അവൻ ഇപ്പുറത്തടയോ ഇവിടുത്തെ മതിലേക്ക് ചെന്ന് ഇടിച്ചുകൊണ്ടിരിക്കുന്നു. ഇവന് എന്ത് വാഴയാണ് ഇവനിപ്പോൾ വന്നിട്ടുണ്ട് കേട്ടോ. ഓക്കെ. ഓ ഇവൻ്റെ ലൈഫ് ഏകദേശം നമ്മൾ കുറച്ച് ഇവനെ സിമ്പിളായിട്ട് പിടിക്കാൻ പറ്റും. ഓ ചത്ത് അടിഞ്ഞടിച്ചാൽ അവൻ ചാവൂട്ടാ. ഇനി രണ്ടടിച്ചാൽ ചാവും. കയറട മോന് അവിടെ കയറട. ഇതിനകത്ത് കയറിയാൽ മതിയായിരുന്നു കേട്ടോ, അല്ലെങ്കിൽ സ്പീഡ് മാറ്റി അറിയാം. ഓ ഇതിനകത്ത് കയറും, എന്തെങ്കിലും ഇതിനകത്ത് കയറും, കൺഫേമാണ്. കയറിയില്ല. ഓ കയറി. ലെറ്റ്സ് ഗോ. നമുക്കിനി എന്തെങ്കിലും കുറച്ച് ആരോസ് ഉണ്ടാക്കിയിട്ട് നമുക്ക് എന്തെങ്കിലും ടവർ ബോസിനെ ഫൈറ്റ് ചെയ്യാം. നമ്മൾ മെയിൻ ലക്ഷ്യം എന്ന് വെച്ചാൽ ടവർ ബോസിനെ ഫൈറ്റ് ചെയ്യാം. നമ്മൾ ആകപ്പാടി ഇതിൻ്റെ മാപ്പിനകത്ത് ഒരു ടവറാണ് കണ്ടിട്ടുള്ളൂ. എത്ര ടവർ ഉണ്ടെന്ന് അറിയില്ല. ഈ ഗെയിം തുടങ്ങിയപ്പോൾ തന്നെ ഇങ്ങനെ പറയണം, ടവർ ആസ് കീ, പിന്നെ ട്രീ ട്രൂത്താന്നാ. ട്രീ ആണ് സത്യം, ടവറുകൾ കീ ആണെന്നാണ് ഗെയിം തുടങ്ങിയപ്പോൾ നമ്മുടെ അടുത്ത് പറഞ്ഞേ. നമുക്ക് എന്തെങ്കിലും നേരെ ബേസിലോട്ട് പോട്ടെ ഗൈസ്. നമ്മളങ്ങനെ എല്ലാം സെറ്റാക്കിയിട്ട് നമുക്ക് മാക്സിമം ആരോ ക്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടി ക്രാഫ്റ്റ് ചെയ്തിട്ട് എല്ലാം സെറ്റാക്കി നേരെ ടവർ ബോസിനെ ഫൈറ്റ് ചെയ്യാൻ വേണ്ടി പോകണം ഗൈസ്. ഇതാണ് ഗൈസ് നമ്മുടെ ഇതിൻ്റെ ഇപ്പറൊക്കെ ഉണ്ട്. ഇതാണ് ഗൈസ് ഫസ്റ്റ് ടവർ. നമുക്ക് എന്തെങ്കിലും നേരെ അങ്ങോട്ടേക്ക് പോവാം. ഓക്കെ ലെറ്റ്സ് ഗോ. നമ്മളെന്തെങ്കിലും ഇവിടെ എത്തിയിട്ടുണ്ട് ഗൈസ്. ഓക്കെ ഞാൻ കാണിച്ചു തരാം ടവർ ഏതാണെന്ന് കാണിച്ചു തരാം കേട്ടോ. നമ്മുടെ കണ്ട ഗൈസ് കാണിച്ചു തരാം. നമ്മുടെ ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ് ടവർ. നമ്മൾ ആദ്യത്തെ ടവറാട്ടോ ഗൈസ്. നമ്മൾ ആദ്യ ടവർ ബോസിനെ നമ്മൾ മീറ്റ് ചെയ്യാൻ വേണ്ടി അതിന് മുന്നേറ്റ് നമ്മുടെ പാഴ്സിനൊക്കെ ഫുഡ് കൊടുക്കണം. ഓ ഗൈസ് നിൽക്കണം, നമ്മുടെ എന്തുള്ള ഗൈസ് ഇത് ഇവന് കൊടുക്കുക. ഓക്കെ എല്ലാ ഫുഡും കൊടുക്കാട്ടോ. പിന്നെ ഈ ബണ്ണുണ്ട്, ഇത് ഇവന് കൊടുക്കുക. ഓക്കെ ഫുഡൊക്കെ സെറ്റാക്കിയിട്ട്, അല്ലെങ്കിൽ ഇതിൻ്റെ ഇടയിൽ വെച്ചുമാർ വിശക്കണം എന്ന് പറയും. ഓക്കെ. ഓ ഗൈസ് 10 മിനിറ്റ് ടൈമുള്ളൂ. ഓ ഗൈസ് നമ്മൾ ഈ ടൈമേ നമുക്ക് ഇവിടുന്ന് ഇറങ്ങാനും പറ്റില്ല. ഒന്നാലും തോക്കണം.
ഓ ഗൈസ് തുടങ്ങി. ഓ ഗൈസ് ഒരു ഇതൊക്കെ ഉണ്ട് കേട്ടോ, ഇൻട്രോ ഒക്കെ ഉണ്ട് കേട്ടോ. ഓ ലെറ്റ്സ് ഗോ. ഇത് ഏതായിരിക്കും ഇവിടെ പാല്? ഇതിൽ വെറൈറ്റി പാലായിരിക്കുന്നതുകൊണ്ടാ. ഓ ഗൈസ് ഇതെന്നത്? ഓ ഇതിനകത്തൊരു പെണ്ണാണ്. ഓ ഗൈസ് ഇവിടെ ഒരു പെണ്ണുണ്ട് കേട്ടാ. ഇവളായിട്ട് നമ്മളിഞ്ഞ് ഫൈറ്റ് ചെയ്യണമായിരിക്കും, അറിയില്ല. നോക്കട്ടെ ഏട്ടാ, ഏതാണ് പാലേതാണ്? ഓ ഗൈസ് ഏതാണ്? എൻ്റെ പൊന്നെ എന്ത് വലിയതാടാ. ഓ നമ്മളെക്കാളൊക്കെ സോ എൻ്റെ കിസ് ബോൾഡാ, ഗ്രിസ് ബോൾട്ട്. ഓ ഗ്രിസ് ബോൾട്ട് എന്നാട്ടി പാലിൻ്റെ പേര്. അവളുടെ പേര് സോയിന്നും. ലെറ്റ്സ് ഗോ ഗൈസ്. അപ്പോൾ ഫൈറ്റ്. എൻ്റെ പൊന്നോ അവൻ്റെ ലൈഫൊക്കെ ഇടാ. അവൻ്റെ രോമത്തിൽ പോലും തൊടലിട്ടോ നമ്മൾ ഇത്ര വെടി വെച്ചിട്ടും. ഇവിടെ നോക്കിയാണ് എത്ര വെച്ച കുറഞ്ഞ നോക്കിയാൽ 40 വെച്ചിട്ട് കുറയണുള്ളൂ. 40, 37. ഗൈസ് ദേടാ അമ്മാൻ അവൻ്റെ ഫൈറ്റ് നോക്കി. പക്ഷെ എൻ്റെ പൊന്നോ എടാ അവനെ തലക്കടിക്കണോടെ. തലക്കടിച്ചാലാണ് പക്ഷെ തലക്കടിക്കണമെന്നൊക്കെ ഉണ്ട്, പറ്റുള്ള. ഗൈസ് തലക്കടിക്കുമ്പോൾ അത്യാവശ്യം ഡാമേജ് പോകണ്ടേട്ടാ. എടാ കിട്ടിടാ മാറണം ഓർഡർ. ഇവനെന്താ സ്റ്റക്കാട്ടിക്കണ. എൻ്റെ പൊന്ന് തേർഡ് ബാക്കിൽ നമ്മുടെ ബാക്കിൽ തന്നെ. എടാ അത് എനിക്ക് കിട്ടില്ലല്ലോ. ഓ എൻ്റെ പൊന്ന് അതിനാഴ്ച എനിക്ക് കിട്ടിയെന്ന് വിചാരിച്ചേട്ടാ. എന്താ സംഭവം? എടാ നമ്മൾ നമുക്കിതിൻ്റെ ബാക്കിലേക്കാ. ഓ എടാ അവൻ്റെ പവറാട്ടാ. നമ്മളെ എയിം ചെയ്തിട്ടടിക്കും. നമ്മൾ എങ്ങനെ പോയാലും കൊള്ളും. നമുക്ക് ഇതിൻ്റെ ബാക്കിൽ ഒളിച്ചേക്കണം കേട്ടാ. നമുക്ക് ഒളിച്ചിരുന്ന അടിക്കേണ്ടി വരും ഗൈസ്. ഓൾമോസ്റ്റ് ഇപ്പോൾ അവൻ്റെ ഒരു 10% ലൈഫ് നമ്മൾ എടുത്തിട്ടുണ്ട് അന്നേ പറയാൻ പറ്റുള്ളൂ ഗൈസ്. ഓ ഗൈസ് ടൈം ഉണ്ട് കേട്ടോ. ഇപ്പോൾ 9 മിനിറ്റായി. 10 മിനിറ്റിൽ ഇവനെ തോപ്പിക്കാൻ പറ്റുമെന്ന് വെച്ചാൽ എനിക്കറിയില്ല. നമുക്ക് എന്തെങ്കിലും ട്രൈ ചെയ്ത് നോക്കാം. നമ്മുടെ ഫസ്റ്റ് അത് ട്രൈ ആണ്. ഓ ഗൈസ് എടാ കിട്ടിയടാ. എൻ്റെ പൊന്നു ഇവൻ എങ്ങനെയാടാ വന്യവൻ. പക്ഷെ എൻ്റെ പൊന്നോ എടാ കിട്ടി. അത് ഇല്ല. ഓ ഗൈസ് ലെമ്പോ തീർത്തേ. നമ്മുടെ ഉള്ളതിൽ ഏറ്റവും പവർഫുള്ളായിട്ടുള്ള ഇതാട്ടോ ലെമ്പോ. ഇവനാണ് കുറച്ചുകൂടി നമ്മൾ അപ്ഗ്രേഡ് ചെയ്തു. കാരണം ഇവന് ആദ്യം പോലെ ഉണ്ട്. ഇവന് കിട്ടിയത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഫസ്റ്റത്തെ പാർട്ട് കണ്ടവരുണ്ടെങ്കിൽ മനസ്സിലാവും. ഫസ്റ്റത്തെ പാർട്ട് കാണാത്തവരുണ്ടെങ്കിലും വെറുതെ പോയിട്ട് കണ്ടോട്ടാ. വെറുതെ പോയി കാണാം. നിങ്ങൾ എന്തെങ്കിലും വേറെ പണിയില്ലാണ്ടിരിക്കണല്ലേ, വെറുതെ പോയി കണ്ടോക്ക്. ഓ ഗൈസ് അതേ വെച്ചാൽ എനിക്ക് കിട്ടിയെന്ന് വിചാരിച്ചു. ഇല്ല നമ്മൾ പിന്നെ അറിയാലോ നമ്മൾ കുറച്ച് പ്രോ പ്ലെയർ ആയതുകൊണ്ട് നമുക്കതൊന്നും വിഷയമില്ല ഗൈസ്. അവൻ നമ്മളെ എയിം ചെയ്ത് ഒളിക്കടാ. അത് കിട്ടൂടാ. അത് കിട്ടി. എനിക്ക് തോന്നിയതാണ് അവൻ. അത് 20 എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഓ ഗൈസ് നമ്മുടെ ലൈഫ് ഏകദേശം കുറച്ചേ പോയിട്ടുള്ളൂ. ഓ ഗൈസ് പിന്നെയും കിട്ടിയടാ. പിന്നെ ഞാൻ ഇങ്ങനെ ഒരു ഹൊറർ ഗെയിമൊക്കെ കളിച്ചിട്ടുണ്ട് കേട്ടാ. ഒരു ക്രിസ്മസ്, എൻ്റെ പേരെന്ന് വെച്ചാൽ ഞാൻ മറന്നുപോയി. നിങ്ങൾക്ക് എന്തെങ്കിലും അതിൻ്റെ ലിങ്ക് എന്തെങ്കിലും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നിങ്ങൾക്ക് പോയി കാണണമെന്നുണ്ടെങ്കിൽ പോയി കണ്ടിട്ടൊരു കിടിലൻ ഒരു ഹൊറർ ഗെയിമാണ്. പിന്നെ ഇതിൻ്റെ പാർട്ട് 3 വേണമെന്നുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യും. ഞാൻ എന്തെങ്കിലും അടുത്ത ടവർ ബോസൊക്കെ ആയിട്ട് ഫൈറ്റ് ചെയ്യുന്നുണ്ടെങ്കിലും വരുന്നതാണ് ഗൈസ്. ഇപ്പം ഞാൻ ഇവിടെ നിന്ന് എന്തെങ്കിലും എസ്കേപ്പ് ആവാൻ നോക്കട്ടെ, എന്നിട്ടല്ല അടുത്ത കാര്യം. അപ്പളടി അവനിട്ട് ഈശി പൂശോടാ. അവനിട്ട് പൊളിക്കലാണ്. ഓർഡർ മറ്റവനിറക്കാം. സോ ഗൈസ് ഒരുപാട് നേരത്തിന് ശേഷം ഇനി 1 മിനിറ്റ് കൂടെയുള്ള സമയം. 1 മിനിറ്റ് 30 സെക്കൻഡും ഗൈസ് നോക്കിയ ഗൈസ് 33 സെക്കൻഡ് 30 സെക്കൻഡ്. ഇപ്പം സംഭവം വെച്ച് നോക്കി. എൻ്റെ ലൈഫ് ഇപ്പം വനണ്ടാ തീർന്നടാ. മാറടാ. ഇത് കിട്ടിയിട്ട് 20 ഇല്ലല്ലോ. കിട്ടിയടാ. എൻ്റെ ലൈഫ് നോക്കി തീർന്നു. അവൻ്റെ ലൈഫ് നോക്കി. അവൻ്റെ ഓൾമോസ്റ്റ് 1000 എന്താണ്ടുള്ളൂ. 1000 HP ഉള്ളൂ. 1000 സംതിങ്. ഇപ്പം 900. ലെറ്റ്സ് ഗോ. അവൻ തീർന്നടാ. നമ്മുടെ പറ്റിയതാ. നമ്മൾക്ക് ഒളിച്ച് കെട്ടാ. കാരണം നമ്മളിനി ഫൈറ്റ് ചെയ്യുന്നതിന് അവൻ്റെ ഒരടിക്ക് നമ്മൾ തീരും. അത് ഉറപ്പുള്ള കാര്യമാണ് ഗൈസ്. ഓ ലെറ്റ്സ് ഗോ. തീർന്നവൻ. തീർക്കടാ. എൻ്റെ പൊന്നവൻ. ലെറ്റ്സ് ഗോ. നമ്മൾ ഫസ്റ്റ് ബോസ് എലിമിനേഷൻ നമ്മൾ ചെയ്തിട്ടുണ്ട് ഗൈസ്. നമ്മൾ അറിയില്ല. നമ്മൾ വന്നതിന് പിന്നെ തീർക്കുമെന്ന് പറഞ്ഞാൽ നമ്മൾ തീർത്തിരിക്കും. നമ്മളിപ്പോൾ ആകപ്പടി ലെവൽ 11 ആയിട്ടുള്ളൂ കേട്ടോ ഗൈസ്. നമ്മളിതിൻ്റെ പുറത്തെത്തിയിട്ടുണ്ട്. ലെറ്റ്സ് ഗോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാമെന്ന് ഞാൻ വിചാരിക്കുന്നു ഗൈസ്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഇതിൻ്റെ പാർട്ട് 3 വേണമെന്നുണ്ടെങ്കിലും കമൻറ്റ് ബിലോ. എന്തെങ്കിലും പാർട്ട് 3 ആയിട്ട് വരുന്നതാണ്. നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ഗെയിംസ് വീഡിയോസ് കാണാൻ താല്പര്യമുണ്ടെങ്കിലും കമൻറ്റ് ബിലോ. ഞാൻ എന്തെങ്കിലും ആ ഗെയിം ട്രൈ ചെയ്യുന്നതാണ് ഗൈസ്. അപ്പോൾ എന്തെങ്കിലും വീഡിയോ അപ്പോൾ അത്രേ ഉള്ളൂ. ലെറ്റ്സ് ഗോ.